എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് നടക്കുക, ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1ൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഈ വർഷം സെപ്റ്റംബറിൽ നടക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ഈ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ +1ൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക സെപ്റ്റംബറിലല്ല, 2026 മാർച്ച് മാസത്തിലാണ് വിദ്യാർത്ഥികളുടെ +1ൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുക. +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരിക്കും. അതായത് ഇപ്പോൾ +1 അലോട്ട്മെൻറ്റ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് +1ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നത് 2026 മാർച്ചിലാണ്. അപ്പോൾ അവരുടെ കൂടിയായിരിക്കും നിങ്ങളുടെ +1ൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷയും നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിൽ ഈ ഒരു സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ +1ൻ്റെ ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുകയായിരിക്കും. നിങ്ങളുടെ റിസൾട്ട് ഏകദേശം ജൂൺ 4-ാം തീയതിയോടെയാണ് വരിക. അപ്പോൾ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത് ഒരു +1ൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു +1ൻ്റെ പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +1ൻ്റെ പരീക്ഷ റിസൾട്ട് വന്ന ശേഷം സബ്ജക്റ്റുകൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1ൻ്റെ നിലവിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിച്ച് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കും ആ ഒരു സമയത്താണ് രജിസ്ട്രേഷൻ നടക്കുക. അതായത് അവരുടെ കൂടിയാണ് നിങ്ങൾക്കുള്ള ഈ ഒരു സേർ ഇംപ്രൂവ്മെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഏകദേശം നിങ്ങൾക്ക് ഓഗസ്റ്റ് മാസത്തിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള ഏതെങ്കിലും മാസത്തിലോ ആണ് രജിസ്ട്രേഷൻ വരിക. കൃത്യമായിട്ട് നിങ്ങളോട് ഒരു മാസം പറയാതിരിക്കാൻ കാരണം ഈ ഒരു DHSC എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ ഈ ഒരു രജിസ്ട്രേഷനായിട്ട് ഇറക്കുന്നത് ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഈ ഒരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചിലപ്പോൾ നേരത്തെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കൃത്യസമയം നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അതായത് +1 +2 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ടൈമിലാണ് ഈ ഒരു രജിസ്ട്രേഷൻ വരിക. അതുകൊണ്ട് തന്നെ DHSC kerala.gov.in എന്ന ഡയറക്ടറേറ്റിൻ്റെ പോർട്ടലിൽ നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിൽ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്താണ് ഇതിൻ്റെ ഈ ഒരു സേർ ഇംപ്രൂവ്മെൻറ്റിലുള്ള +1 +2 പബ്ലിക് എക്സാമിനേഷൻ്റെ ആ ഒരു രജിസ്ട്രേഷനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓഗസ്റ്റിലോ അതിനുശേഷമാണ് രജിസ്ട്രേഷൻ വരിക. അപ്പോൾ ഈ ഒരു സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് നിങ്ങളോട് മാർച്ച് മാസത്തിലാണ് പറഞ്ഞു. അതുപോലെ ഓഗസ്റ്റിന് ശേഷമായിരിക്കും രജിസ്ട്രേഷൻ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ +1ന് തോറ്റ സബ്ജക്റ്റും +2ന് തോറ്റ സബ്ജക്റ്റും ഒരുമിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ +1ൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ +2ന് തോറ്റ സബ്ജക്റ്റും അതുപോലെ +1ന് തോറ്റ സബ്ജക്റ്റും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2 വർഷത്തേക്കാണ് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റെഗുലർ വിഭാഗം അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റെഗുലർ വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥികളുടെ കാര്യം പറയാം. കാരണം രണ്ടും കൂടി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ റെഗുലർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ +1ൻ്റെ പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അടുത്ത വർഷം +2-ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് റെഗുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +1ൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. 3 സബ്ജക്റ്റാണ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഒരു സബ്ജക്റ്റിന് 150 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. 3 സബ്ജക്റ്റ് വരെയാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ നിങ്ങൾ +1ൻ്റെ പരീക്ഷയിൽ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷ എഴുതാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 3 സബ്ജക്റ്റുകൾ നിങ്ങൾ ഈ ഒരു +1ൻ്റെ പരീക്ഷ എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് കൂടി ഇതിനോടൊപ്പം രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് 3 ടോട്ടൽ 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ തന്നെ 3 സബ്ജക്റ്റ് സേ പരീക്ഷയായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് 6 സബ്ജക്റ്റ് വരെ +1 ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു +2ൻ്റെ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് തന്നെയാണ് +1ൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ അതായത് +1 +2 പരീക്ഷകൾ ഒരുമിച്ചാണ് ഉണ്ടാവുക. ഏകദേശം കുറച്ച് ആ ദിവസത്തിൻ്റെ അതായത് ഒരു ദിവസം +1 ആണെങ്കിൽ അടുത്ത ദിവസം +2 ആയിരിക്കും. ഈ ഒരു രീതിയിലാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഗ്യാപ്പുകൾ മാത്രമേ ഈ ഒരു +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റിനായിട്ടും അതുപോലെ തന്നെ +2ൻ്റെ പരീക്ഷയ്ക്കായിട്ടും കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ 2 പരീക്ഷകൾക്കും പഠിച്ച് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു +1 നിലവിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ +2ൻ്റെ ക്ലാസ് ആരംഭിച്ച ശേഷം അത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത് റെഗുലർ വിഭാഗത്തിൻ്റെത് പറഞ്ഞു. റെഗുലർ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇനി +2ലേക്കാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു +2ലേക്ക് ഇനി അടുത്ത വർഷമല്ല ഈ വർഷം ജൂൺ മാസം മുതൽ ക്ലാസ്സുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെത് പറയാം. കമ്പാർട്ട്മെൻറ്റിൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി +2ൻ്റെ പരീക്ഷയും എഴുതി അതുപോലെ +2ൻ്റെ സേ പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മുൻ വർഷങ്ങളൊക്കെ ഈ ഒരു +2ൻ്റെ എഴുതി അതുപോലെ +2ൻ്റെ സേ പരീക്ഷ എഴുതി അല്ലെങ്കിൽ സേ പരീക്ഷ എഴുതാനായിട്ട് +2ൻ്റെ സേ പരീക്ഷ എഴുതാനായിട്ട് ഇരിക്കുന്നു. അങ്ങനെ എഴുതിയ ശേഷം നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +1ൻ്റെ ഈ ഒരു സേർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ +1ന് തോറ്റ സബ്ജക്റ്റും രജിസ്ട്രേഷൻ ചെയ്യണം, +2ന് തോറ്റ സബ്ജക്റ്റും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെ രജിസ്ട്രേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ +1ൻ്റേതാണ് രജിസ്ട്രേഷൻ ചെയ്തത്, +1ൻ്റെ സേർ ഇംപ്രൂവ്മെൻറ്റിനാണ് രജിസ്ട്രേഷൻ ചെയ്തത്.
ചെയ്തത് എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്ത സെയിം സബ്ജക്റ്റിൻ്റെ രജിസ്ട്രേഷൻ പ്ലസ് ടുവിൻ്റെ പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. ഇതാണ് പ്രത്യേകത. അതായത് 2 വർഷത്തേക്ക് കൂടി ഒരു രജിസ്ട്രേഷൻ മാത്രമാണ് നിങ്ങൾക്ക് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് 1-ന് തോറ്റ സബ്ജക്റ്റ് ആയാലും പ്ലസ് 2-ന് തോറ്റ സബ്ജക്റ്റ് ആയാലും 2 വർഷത്തേക്ക് അതായത് 2 സബ്ജക്റ്റുകളും രജിസ്ട്രേഷൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിനായിട്ട് രജിസ്ട്രേഷൻ ഫീസ് ചെയ്യുന്നത് 225 രൂപ പെർ സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് വരാൻ കാരണം നിങ്ങളുടെ പ്ലസ് 1-ൻ്റെയും പ്ലസ് 2-ൻ്റെയും സർട്ടിഫിക്കറ്റിൻ്റെ ഫീസാണ് 80 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ പ്ലസ് 1-ന് കെമിസ്ട്രിയാണ് തോറ്റത്, എന്നാൽ പ്ലസ് 2-ന് ഞാൻ ഫിസിക്സ് തോറ്റിട്ടുണ്ട്, പ്ലസ് 1 ഫിസിക്സ് പാസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പ്ലസ് 1-ൻ്റേതാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് 1-ൻ്റേത്, അതായത് ഒരു സബ്ജക്റ്റിന് 225 രൂപയാണ്. അപ്പോൾ പ്ലസ് 1-ൻ്റെ കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സും രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്ലസ് 1-ൻ്റെ കെമിസ്ട്രിയും ഫിസിക്സും നിങ്ങൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇങ്ങനെയാണ് വരിക. അതായത് പ്ലസ് 1-ൻ്റേത് കെമിസ്ട്രിക്കും അതുപോലെ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്കും നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ പ്ലസ് 2-ൻ്റെ കെമിസ്ട്രിക്കും അതുപോലെ തന്നെ ഫിസിക്സിനും നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് 1-ന് തോറ്റ സബ്ജക്റ്റും പ്ലസ് 2-ന് തോറ്റ സബ്ജക്റ്റും ഒരുമിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലസ് 1-ന് തോറ്റ സബ്ജക്റ്റിൻ്റെ പരീക്ഷ മാത്രം പ്ലസ് 1-ൻ്റേത് എഴുതിയാൽ മതി. പ്ലസ് 2-ന് തോറ്റ സബ്ജക്റ്റിൻ്റെ പരീക്ഷ മാത്രം പ്ലസ് 2-ൻ്റെ ആ ഒരു ടൈം ടേബിൾ നോക്കിയിട്ട് ആ ഒരു സമയത്ത് പോയിട്ട് എഴുതിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്ലസ് 1-നും പ്ലസ് 2-നും തോറ്റ 2 സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ 2 സബ്ജക്റ്റും പ്ലസ് 1 സബ്ജക്റ്റിന് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കാരണം കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ നിങ്ങൾ പ്ലസ് 1 രജിസ്ട്രേഷൻ ചെയ്ത സെയിം സബ്ജക്റ്റ് പ്ലസ് 2-ന് കൂടി ഓട്ടോമാറ്റിക്കലി രജിസ്റ്റേർഡ് ആവുന്നതുകൊണ്ടാണ് പ്ലസ് 1-ൻ്റെയും പ്ലസ് 2-ൻ്റെയും സബ്ജക്റ്റുകൾ തോറ്റിട്ടുണ്ടെങ്കിൽ 2 സബ്ജക്റ്റുകൾ നിങ്ങളിപ്പോൾ പ്ലസ് 1 ആണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ 2ഉം രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം പ്ലസ് 1-ന് ആ ഒരു 2 സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം 2 സബ്ജക്റ്റുകൾ തന്നെ പ്ലസ് 2-ൻ്റെ പരീക്ഷ കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെടും. അപ്പോൾ പരീക്ഷാ സമയത്ത് നിങ്ങൾ ഏത് വർഷത്തെ ഏത് സബ്ജക്റ്റാണോ തോറ്റത് അതിൻ്റെ പരീക്ഷ മാത്രം പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. പ്ലസ് 1-ന് തോറ്റത് സബ്ജക്റ്റ് പ്ലസ് 1-ൻ്റെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുക, പ്ലസ് 2-ൻ്റെ തോറ്റത് പ്ലസ് 2-ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു പ്ലസ് 2-ൻ്റെ പരീക്ഷ തോറ്റിട്ട് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എഴുതേണ്ടത് ഇപ്പോൾ അതായത് ഇനി വരാനുള്ള അതായത് 2025 അതായത് ഇപ്പോൾ 2025 മാർച്ച് മാസത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന പരീക്ഷയുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട പരീക്ഷയാണ് പ്ലസ് 2-ൻ്റെ സേ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 2025 വർഷത്തെ പരീക്ഷ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ രജിസ്ട്രേഷൻ ചെയ്തു 2025 ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട് നിങ്ങൾ മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 2026 പബ്ലിക് എക്സാമിനേഷൻ ഉറപ്പായിട്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യാത്തതുകൊണ്ട് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് 1 അല്ലെങ്കിൽ പ്ലസ് 2-ൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാതെ സേ പരീക്ഷയ്ക്ക് നേരിട്ട് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. സേ പരീക്ഷയുടെ യോഗ്യത എന്ന് പറയുന്നത് തന്നെ പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ പ്ലസ് 2-ൻ്റെ അല്ലെങ്കിൽ സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി പറയാം. അതായത് ഇപ്പോൾ പ്ലസ് 2-ൻ്റെ ഈ ഒരു സേ പരീക്ഷ അതായത് പ്ലസ് 2-ൻ്റെ സേ പരീക്ഷ എന്ന് പറയുന്നത് അത് പല വിദ്യാർത്ഥികളും പ്ലസ് 2-ൻ്റെ സേ പരീക്ഷയ്ക്ക് ഞാൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചിലപ്പോൾ പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മുൻ വർഷങ്ങളിലൊന്നും അതായത് ഈ 2025 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 2026 നടക്കുന്ന പ്ലസ് 2-ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്ലസ് 1-ൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ